കണ്ണീർപ്പൂവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വണ്ടി പഞ്ചറായി രണ്ടുപേരും കൂടെ നിന്ന് തള്ളാണ്. അങ്ങനെ ഉന്തി 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 കൊണ്ടുപോകുമ്പോൾ ആ സമയത്തിന് നമ്മുടെ ശ്രുതിയുടെ വീടിന്റെ ഫ്രണ്ടിലൂടെയാണ് പോകുന്നത്. പെട്ടെന്ന് തന്നെ ശ്രുതിയുടെ അമ്മനോട് ഫോൺ ചെയ്യുന്ന സമയമായിരുന്നു. ആ സമയത്താണ് ശ്രുതിയുടെ മോൻ പെട്ടെന്ന് രേവതിനെ കാണുന്നുണ്ട്. ഹായ് ചേച്ചി എന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് ആന്റി, സോറി ആന്റി എന്നിട്ട് വിളിക്കണേ, ആന്റി എന്ന് വിളിച്ച് ഓടി വരുന്നുണ്ട്. നിന്റെ വീട് എവിടെയാണോ എന്നൊക്കെ ചോദിച്ച് രണ്ടുപേരും കൂടെ സംസാരിക്കും. നമ്മളന്ന് ബസ്സിൽ വെച്ച് കണ്ടില്ലേ, അതാണ് ഇവരെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആന്റി എൻ്റെ വീട്ടിലേക്ക് വായോ എന്ന് പറഞ്ഞ് ശ്രുതിയുടെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റുന്നുണ്ട്. ശ്രുതിയുടെ അമ്മയ്ക്ക് ആദ്യം പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ബസ്സിൽ വെച്ച് കണ്ട ശരിയാ, നിങ്ങൾ ഏത് അമ്പലത്തിൽ പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ ഒരു അമ്പലത്തിലേക്ക് വന്നതിന് മുത്തശ്ശി ഒരു വഴിപാട് നേർന്നിട്ടുണ്ടായി, അതിനു വേണ്ടി വന്നാന്ന് പറയുന്നു. ആ സമയത്ത് അകത്തേക്ക് വായോ, ചായയൊക്കെ ഇടാന്ന് ശ്രുതിയുടെ അമ്മ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പ് ഉണ്ട് ഇവിടെ, വണ്ടി കേടായി, അതുകൊണ്ട് രേവതി ഇവിടെ ഇരിക്കട്ടെ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞപ്പോൾ അത് സാരില്ല, ധൈര്യപ്പെട്ടു പോയി വാ, ഇവിടെ ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറയുന്നു. അങ്കിൾ ധൈര്യപ്പെട്ടു പോയി വാ, ഞങ്ങൾ ഇവിടെ നിന്ന് കളിക്കാമെന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ പെട്ടെന്ന് ഫോൺ വരുന്നുണ്ട്. ശ്രുതിയും സംസാരിക്കുന്നു. ആരെന്നൊക്കെ ചോദിക്കും. അത് ബസ്സിൽ വെച്ച് കണ്ടവരെന്ന് പറഞ്ഞപ്പോൾ ബസ്സിൽ വെച്ച് കാണുന്നവരൊക്കെ എന്തിനാ വീട്ടിലേക്ക് വിളിച്ച് കയറ്റുന്നതെന്ന് ചോദിക്കും. ഇല്ലടി, വെറുതെ സംസാരിക്കാം, അതിപ്പോൾ അങ്ങോട്ട് കയറിയതെന്ന്, അവരിപ്പോൾ പോകും. പിന്നെ നിന്റെ മോൻ്റെ കാര്യം നീ മറന്നു പോകരുത്, എനിക്ക് അത്രമാത്രം പറയാനുള്ളൂ. ഞാൻ വിളിച്ചപ്പോൾ നീ ഇത്തിരി ചൂടായില്ല സംസാരിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ആ നേരത്തെ എനിക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ കുഞ്ഞിനോട് സംസാരിക്കാൻ നോക്കുമ്പോൾ കുഞ്ഞ് സമ്മതിക്കുന്നില്ല. ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ ചേച്ചിക്ക് നേരം ഉണ്ടായില്ലല്ലോ എന്നോട് മിണ്ടാൻ, അതുകൊണ്ട് ഇനി എനിക്കും ചേച്ചിയോട് മിണ്ടണ്ട, എനിക്കിപ്പോൾ ഇവിടെ ഒരു ആൻറ്റീനെ കിട്ടിയിട്ടുണ്ട് കളിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഫോൺ വാങ്ങാൻ പോലും കൂട്ടാക്കുന്നില്ല കൊച്ച്. ശ്രുതിക്ക് അപ്പം പെട്ടെന്ന് ഒരു മനസ്സിന് വിഷമാവുന്നുണ്ട്. കാരണം ശ്രുതി ഒരിക്കലും അതിനെ സ്നേഹിക്കത്തില്ലാത്തത് കൊണ്ടാണ് അത് തിരിച്ച് അങ്ങനെ തന്നെ ചെയ്തത്. പിന്നീട് രേവതി കുറച്ച് നേരം കൂടെ കളിച്ച് കുഞ്ഞിനായിട്ട് കളിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ശ്രുതിയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വല്ല വഴക്കൊക്കെ ഉണ്ടോ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഇല്ല, അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ അങ്ങനെ മനസ്സറിഞ്ഞ് കഴിഞ്ഞിട്ട് വിവാഹം കഴിച്ചവരല്ല, എന്നാൽ പോലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയും. ഇത് മുത്തശ്ശിയുടെ ഒരു വഴിപാടാണ്, അതുകൊണ്ട് വന്നാന്ന് പറയുന്നു. ഇത്തിരി കഴിയുമ്പോൾ തന്നെ നമ്മുടെ സച്ചി വരുന്നുണ്ട്. വണ്ടി നന്നാക്കി വരുമ്പോൾ ശ്രുതിയുടെ മോന് ഭയങ്കര വിഷമാവുന്നുണ്ട്. ഇപ്പോൾ കൊണ്ടുപോകണ്ട ആൻറ്റീനെ എന്ന് പറയുമ്പോൾ നാളെയും വരാടാ, ഞങ്ങൾ കുറച്ച് ദിവസം അടുപ്പിച്ച് ഈ അമ്പലത്തിൽ വരും, അപ്പോൾ ഈ വഴിക്ക് പോകുമ്പോൾ നാളെ കയറാട്ടാന്ന് പറഞ്ഞ് അങ്ങനെ അവർ യാത്ര പറഞ്ഞ് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രവീന്ദ്രൻ്റെ വീടിന്. രവീന്ദ്രനും ഭാമയും അതുപോലെ തന്നെ സച്ചിയില്ല ശ്രുതിയും എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നു. രോഹിണിയുടെ കാര്യമാണ് ഈ പറയുന്നത്. സോറി, ശ്രുതിയാണ് കേട്ടോ പേര്, തെറ്റിപ്പോയതിന്. ശ്രുതിയുടെ കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രുതിക്ക് അങ്ങോട്ട് സ്വർണം കാര്യങ്ങളൊക്കെ ഇടേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പോൾ എൻ്റെ നിങ്ങളുടെ അമ്മരയിൽ കാശില്ല, അത് വാങ്ങാമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മരയിലത്തെ കാശ് കണ്ടിട്ട് നീ നിൽക്കണ്ട, അത് കാശ് വേണമെന്നുണ്ടെങ്കിൽ നീ പോകാം, നമുക്ക് രണ്ടാം കൂടെ പോയി പൈസ വാങ്ങാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രവീന്ദ്രൻ പെൻഷൻ കാശിൻ്റെ കാര്യത്തിനായി പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി വരുന്നുണ്ട്. ശ്രുതി, നീ അറിഞ്ഞോടാ, ഞാനിപ്പോൾ നിന്റെ മുത്തശ്ശിയുടെ കാല് പിടിക്കാൻ പോകണമൊക്കെ നിനക്ക് വേണ്ടിയിട്ടാണ്, ശ്രുതിക്ക് എന്തെങ്കിലും സ്വർണം വാങ്ങാൻ വേണ്ടിയിട്ട്. നിനക്ക് ഈ സ്നേഹമൊക്കെ എന്നോട് ഉണ്ടാവണം കേട്ടാ, മറ്റാർക്കും ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോണേന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്രുതിക്ക് ആകെ വിഷമാവുന്നുണ്ട്. ശ്രുതി പെട്ടെന്ന് അമ്മേരെ മുന്നിൽ വന്ന് പൊട്ടിക്കറിയുന്നുണ്ട്. എന്ത് പറ്റിയാടാന്ന് ചോദിക്കുള്ളൂ. അമ്മ, ഞാൻ ഇത്രയും ദിവസം അമ്മനെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു, എൻ്റെ ജോലി പോയി അമ്മയെന്ന് പറഞ്ഞപ്പോൾ ആകെ ഞെട്ടുന്നുണ്ട് ചന്ദ്ര. ഇപ്പം തന്നെയും കൂടെ സച്ചിനെ അപമാനിച്ചുള്ളൂ. സച്ചിയുടെ ജോലി കാർ ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അപമാനിച്ച് 5 മിനിറ്റ് പോലും ആയിട്ടില്ല, നിനക്ക് നല്ല ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ എന്നപ്പോൾ നീ എന്തുകൊണ്ട് ഇത് ഒളിച്ച് വെച്ചെന്നപ്പോൾ ശ്രുതി പറഞ്ഞിട്ടുണ്ട്. ശ്രുതി പറഞ്ഞ് അമ്മനെ വേദനിപ്പിക്കേണ്ട, മറ്റൊരു ജോലി കിട്ടുന്നത് വരെ മറച്ചു വെക്കുകയും മറ്റൊരു ജോലി കിട്ടിയിട്ട് അമ്മനോട് പറയാമെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ഭാമയ്ക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ കണ്ടടി ചന്ദ്രേ, ഈ പെൺകുട്ടിക്ക് നിന്റെ ഈ പുതിയ മരുമോൾക്ക് 10 പവൻ അങ്ങടെ അല്ല 20 പവൻ കൊടുത്താലും കുഴപ്പമില്ല, അമ്മായിമ്മ വിഷമിക്കല്ലേ എന്ന് വിചാരിച്ചിട്ടല്ലേ അവൾ അങ്ങനെയൊക്കെ ചെയ്തത്. എനിക്ക് വന്ന മരുമോളാണെങ്കിൽ നേരെ തിരിച്ചാണ്. അപ്പോൾ തന്നെ ഭർത്താവിനോട് പറഞ്ഞ് തല്ലുണ്ടാക്കിക്കാനൊക്കെ നോക്കുള്ളൂ, അങ്ങനത്തെ ഒരു തിന് എനിക്ക് കിട്ടിയിരിക്കണെന്നൊക്കെ പറഞ്ഞ് അപ്പം നമ്മുടെ ചന്ദ്ര ആകെ മൂക്കും കുത്തി വീഴുന്നുണ്ട് അതിൽ. പിന്നെ കാണിക്കുന്നത് സച്ചിയൊക്കെ അമ്പലത്തിൽ പോയൊക്കെ വന്നതിന് ശേഷം പിന്നെയും അവിടുത്തെ ഭാഗം തന്നെ കാണിക്കുന്നത്. സച്ചിയുടെ തലയിൽ എണ്ണ തേച്ച് കൊടുക്കാൻ രേവതിയോട് പറയുന്നുണ്ട്. മുത്തശ്ശി വഴക്കുണ്ടാക്കി രേവതിനെ കൊണ്ട് തന്നെ എണ്ണ തേപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ സച്ചി എന്ത് ചെയ്താൽ സമ്മതിക്കില്ല. സച്ചിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന പോലെ മുത്തശ്ശി അങ്ങോട്ട് പറയുമ്പോഴത്തേക്കും നീ എന്തിനാ ഇങ്ങോട്ട് ഓടി വരുന്നത്, നീ നിന്റെ കാര്യം വെച്ച് പോയേ, എനിക്കറിയാം എണ്ണ തേച്ച് കുളിക്കാനൊക്കെ, എന്നെ ഒരാളൊന്നും ചെയ്തിട്ടുണ്ടാന്ന് പറയുമ്പോൾ രേവതി പെട്ടെന്ന് ദേഷ്യപ്പെട്ടും വിഷമിച്ചും അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പം മുത്തശ്ശി ചോദിക്കുന്നു, മോളെ നിന്റെ ഭർത്താവല്ലേ, എണ്ണത്തിന് തേച്ച് കൊടുത്താൽ എന്താ കുഴപ്പമെന്ന് വെച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ്, ഞാൻ ആഗ്രഹിച്ചിട്ട് കിട്ടിയതല്ലെങ്കിലും ഇപ്പം അയാളെ സ്നേഹിക്കാൻ, അദ്ദേഹത്തെ സ്നേഹിക്കാൻ ഞാൻ തയ്യാറാണ്,
പക്ഷെ അദ്ദേഹം എന്നോട് ദേഷ്യപ്പെടുന്നു പറഞ്ഞപ്പോൾ പാറുമ്മയും പറയുന്നുണ്ട് അതെ കുഞ്ഞങ്ങോട്ട് ചെന്നപ്പോഴത്തേനും സച്ചിമോൻ ഓടിക്കുകയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ ആകെ വിഷമത്തോടെ നോക്കുന്നുണ്ട് രേവതിനെ. രേവതി ആണെങ്കിൽ മനസ്സ് തുറന്ന് മുത്തശ്ശിയോടും പറയുന്നുണ്ട്. സച്ചിയുടെ പെരുമാറ്റത്തിൽ രേവതിക്കും ഒരുപാട് വിഷമമുണ്ടെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം.